ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷഹനാസ് മാജിക്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ ഇന്ന് ഉച്ചക്ക് ചോറ് കഴിച്ചിട്ട് നമ്മൾ വേഗം പുറത്തിറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഹസ്ബൻഡിന് കുറച്ച് സാധനങ്ങൾ ഓഫീസിലേക്ക് മേടിക്കാനുണ്ടായിരുന്നു, അപ്പോൾ അതും മേടിക്കാം. പിന്നെ ഇവിടെ മദീന മാളിലെ ഒരു ഷോപ്പിൽ ഒരു ഓഫർ നടക്കുന്നുണ്ട്. 2 ദിർഹംസ് ആണ് എല്ലാ സാധനങ്ങൾക്കും 2 ദിർഹംസ് എന്ന് പറഞ്ഞിട്ട് കേട്ടോ. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു ഗവൺമെൻറ് ഓഫീസാണ്. കൊട്ടാരം പോലെ ഇല്ലേ കാണാൻ, നല്ല ഭംഗിയാണ്. ഇവിടുത്തെ ഗവൺമെൻറ് കെട്ടിടങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ, വലിയതായിട്ട്. മക്കളിതാ വണ്ടിയിൽ ഇങ്ങനെ കേട്ടോ നിൽക്കുക. ഈ ഒരു ഗ്യാപ്പിൽ അവിടെ രണ്ടാളും നിൽക്കാൻ വേണ്ടിയിട്ട് കച്ചറയാണ്. പിന്നെ മുന്നിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ നിൽക്കുന്നത്, പക്ഷെ മുന്നിൽ കയറാനായിട്ട് സമ്മതിക്കൂല കേട്ടോ. ഇവിടെ ഭയങ്കര നിയമമൊക്കെ ഭയങ്കര സ്ട്രിക്റ്റാണ്, അങ്ങനെ കുട്ടികളെ മുന്നിൽ ഇരുത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാനും കൂടി ബാക്കിലിരിക്കുന്നത്. നല്ല ഫൈൻ കിട്ടും. ക്യാമറ എങ്ങാനും അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കാത്ത അത്രയും ഫൈനൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ 3 ആളും കൂടി പുറത്ത് ബാക്കിൽ തന്നെയാണ് ഇരിക്കാറ്. പക്ഷെ അവർക്കിങ്ങനെ അവിടേക്ക് മുന്നിൽ പോയിരുന്നു കഴിഞ്ഞാൽ അവിടെയുള്ള കാറിൻ്റെ എല്ലാ ബട്ടണും സ്വിച്ചും ഒക്കെ നിൽക്കാമല്ലോ, അതിന് വേണ്ടിയിട്ടാട്ടോ അവർക്ക് അങ്ങോട്ടേക്ക് പോകാൻ. പിന്നെ അടങ്ങിയിരിക്കൂല, കാറ് പോകുമ്പോഴൊന്നും ഇങ്ങനെ കളിച്ചുകൊണ്ടേ ഇരിക്കും രണ്ടാളും. ഇപ്പോൾ ബേബി സീറ്റൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും ഇപ്പോൾ ഫിറ്റ് ചെയ്യാത്തതാണ്. രണ്ടാളും അതിലൊന്നും അടങ്ങിയിരിക്കില്ല. അപ്പോൾ അതിൻ്റെ സ്ഥലം കൂടി പോവേണ്ട വിചാരിച്ചിട്ടാണ് അതെടുക്കാത്തത്. അപ്പോൾ നമ്മൾ അവിടേക്കാട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം കാക്കക്ക് വേണ്ട സാധനങ്ങളൊക്കെ നോക്കാൻ വേണ്ടി കയറി, പക്ഷേ അവിടുന്ന് കാക്ക ആവശ്യമുള്ള കിട്ടിയിട്ടില്ല തോന്നുന്നു. അപ്പം ഞാൻ അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് കേട്ടോ ഇവിടുത്തെ ഒരു പകലിലെ വ്യൂ എന്ന് പറയുന്നത്. എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു ഭംഗിയാണ് ഇങ്ങനെ കാണാനായിട്ട്. പുറത്തൊക്കെ നമുക്കിവിടെ വഴിയൊന്നും അങ്ങനെ അറിയില്ലല്ലോ, അപ്പോൾ ഓരോ വട്ടം ഓരോന്ന് കാണുമ്പോഴും എനിക്കിങ്ങനെ ഇവിടെ ഇങ്ങനെ വിൻ്റർ ആയിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് പൂക്കളൊക്കെ നട്ട് വെച്ചിട്ടുണ്ടാകും. അപ്പോൾ അവരതെന്ത് നല്ല രീതിയിലാണ് ഇങ്ങനെ സംരക്ഷിച്ച് വെച്ചിരിക്കുന്നതെന്ന് ഞാൻ അങ്ങനെ ആലോചിക്കായിരുന്നു. പുല്ലും പൂക്കളൊക്കെ ആയിട്ട് മരങ്ങളും ചെടികളും ഒക്കെ അവർ യഥാസമയം നനച്ച് നല്ല വൃത്തിയിൽ. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ അല്ലാതെ തന്നെ പുല്ലും പൂവൊക്കെ ഉണ്ടാവില്ലേ, പക്ഷെ ആരും ശ്രദ്ധിക്കാത്തതും മെയിൻറ്റെയിൻ ചെയ്യാത്തതുകൊണ്ടൊന്നും അവിടെ ഇങ്ങനത്തെ ഒരു ഭംഗിയിലൊന്നും അന്നും കിടക്കൂല. പക്ഷെ ഇവിടെ വെള്ളത്തിന് വെള്ളവും ഇല്ല, മണ്ണും നല്ലതല്ല, പക്ഷെ അവരതിനുള്ള വളവും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വിൻ്ററാകുമ്പോൾ എല്ലാ ഭാഗത്തും നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ രണ്ടാളും മദീന മാൾ എത്തിയപ്പോഴേക്കും ഉറങ്ങിയിട്ടോ. ഉച്ചക്കത്തെ ഉറക്കം ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രണ്ടാളും മടി കിടന്നുറങ്ങി. സീറ്റിൽ ഒറ്റയ്ക്ക് കിടക്കൂല, ഇങ്ങനെ ടച്ച് വേണം എപ്പോഴും. അപ്പം മദീന മാളിൽ ഇറങ്ങിയപ്പോൾ രണ്ടാളും എണീക്കുകയും ചെയ്തു കേട്ടോ. ഇവിടെയുള്ള ഒരു ഷോപ്പിൽ ഇങ്ങനെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കണ്ടതാണ്, ഇവിടെ ഇങ്ങനെ എല്ലാ സാധനങ്ങൾക്കും 2 ദിർഹംസ് ഉള്ളൂ എന്ന്. അപ്പോൾ ഞാനിങ്ങനെ മെയിനായിട്ട് പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ എടുക്കാൻ വിചാരിച്ച് പോയതാണ്. പ്ലേറ്റ് എനിക്ക് കിട്ടിയില്ല. അപ്പം ഇവിടെ ഈ സെയിം ഷോപ്പ് അബുദാബിയിലും ഉണ്ട്. അപ്പോൾ അവിടെ കുറച്ചുകൂടി വലിയ ഷോപ്പാണ് തോന്നുന്നു. അപ്പോൾ അതിൽ കുറച്ചുകൂടി സാധനങ്ങളുണ്ട്. ഇവിടുന്ന് ഞാൻ കുറച്ച് അത്യാവശ്യം സാധനങ്ങളൊക്കെ എടുത്തിട്ടോ. ലാഭമാണ്. പിന്നെ നമുക്ക് ആവശ്യമുള്ള കമ്മൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ 2 ദിർഹംസിന് കിട്ടുമ്പോൾ ലാഭം തന്നെയാണ്. ഇതുപോലെയുള്ള സാരിക്കൊക്കെ കുത്താൻ പറ്റിയ നല്ല ഭംഗിയുള്ള പിന്നും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ 2 ദിർഹംസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു 40-50 രൂപയൊക്കെ വരുന്നുള്ളൂ. അപ്പം ഞാൻ ആദ്യമായിട്ടോ ഇവിടുന്ന് കമ്മലൊക്കെ എടുക്കുന്നത്. പിന്നെ 2 ബോട്ടിലൊക്കെ ഇങ്ങനെ എണ്ണ ഒഴിച്ച് വെക്കാൻ പറ്റിയ ബോട്ടിൽ, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ അവിടുന്ന് എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് പോന്നു കേട്ടോ. അവിടുന്ന് പോന്നു കഴിഞ്ഞപ്പോഴേക്കും ഇരുട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ചായ കുടിക്കുകയെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ തൊട്ടടുത്ത് ലുലു ഉണ്ടായിരുന്നു. അപ്പോൾ ലുലുവിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ എന്തോ ഒരു ചായക്കട ഉണ്ട്. അപ്പോൾ നമ്മളവിടെ പോയിട്ട് ചായ കുടിച്ചു. സ്നാക്സും അവിടെ അത് അത്യാവശ്യം ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ചായക്കടയാണ് കേട്ടോ. അപ്പം നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഞാനും മക്കളും കാറിൽ തന്നെ ഇരിക്കാനുണ്ടായത്. കാക്ക പോയിട്ട് സാധനം മേടിച്ചിട്ട് ചായയും സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് കൊണ്ടുവന്നു. കട്ട്ലേറ്റും പിന്നെ എന്തോ ഒരു പൊരിച്ചൊരു സാധനം ഉണ്ടായിരുന്നു, കൽമാസ് എന്ന് പറയും കേട്ടോ, അതും ഉണ്ടായിരുന്നു. അപ്പോൾ അതും കഴിച്ചു, ചായയും കുടിച്ചു. പിന്നെ നമ്മൾ പോവാട്ടോ. പിന്നെ നമ്മൾ നേരെ റൂമിലേക്ക് പോയിട്ട് അവിടുന്ന് അമീനെയും സവാദിക്കിനെയും പിക്ക് ചെയ്തിട്ടാണ് കേട്ടോ പിന്നെ അവിടുന്ന് പോകുന്നത്. അപ്പം നമ്മൾ ആദ്യം പ്ലാൻ ഉണ്ടായിരുന്നു പുറത്ത് പോയി എവിടെയെങ്കിലും ഇങ്ങനെ പാർക്കിൽ എവിടെയും പോയിട്ട് ഇരിക്കുക എന്നുള്ളത്.
നമ്മൾ ഇങ്ങനെ ഒരു ഷാർജയിലുള്ള പിന്നെ എയർപോർട്ടിൻ്റെ അടുത്തായിട്ട് ഇങ്ങനെ ഒരു പാർക്കുണ്ട്. അപ്പോൾ അവിടെ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ഏരിയ ആണ്. അപ്പോൾ നമ്മൾ അവിടെ പോയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ മെയിൻ പ്ലാന് ഇന്നേക്ക് കോഴിമുട്ടയും ബുൾസയൊക്കെ അടിച്ച് കഴിക്കുക, പിന്നെ ഇങ്ങനെ മാഗിയൊക്കെ ഉണ്ടാക്കി കഴിക്കുക എന്നൊക്കെ ആയിരുന്നു കേട്ടോ. അതാകുമ്പോൾ എനിക്കും അമ്മയ്ക്കും വലിയ പണിയില്ലല്ലോ. മറ്റേത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരിക അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാക്കുക അങ്ങനത്തെ പണിയൊന്നുമില്ല. ഇതൊക്കെ എളുപ്പമുള്ള പണിയാണല്ലോ. അപ്പോൾ ബ്രെഡും മേടിച്ചിട്ടുണ്ടായിരുന്നു, കോഴിമുട്ടയും കാര്യങ്ങളൊക്കെ കൊണ്ടാക്കുക വന്നത് കേട്ടോ. പിന്നെ നമ്മുടെ കുഞ്ഞ് ഗ്യാസ് സ്റ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മക്കളൊക്കെ നല്ല കളിയിലാണ്. അപ്പോൾ കുറച്ച് നെയ്ച്ചോറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മി. അപ്പോൾ അത് കൊടുത്തു നോക്കി. മക്കൾ കഴിച്ചില്ല, കുറച്ച് മോൻ കഴിച്ചു. ഇവർ രണ്ടാളും കളിയിലായിരുന്നു കേട്ടോ. അപ്പോൾ അവർ അതൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇക്കാക്ക അവിടെ ആ ഗ്യാസ് സ്റ്റവ് കത്തിക്കുന്നതിൻ്റെ തന്ത്രപ്പാടിലാണ് കേട്ടോ. അപ്പോൾ അത് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു ആദ്യം. പിന്നെ കുറച്ച് നേരം അതിന്മേൽ കളിച്ചതിൻ്റെ ശേഷമാണ് അത് കത്തി കിട്ടിയത്. അപ്പോൾ ഇക്കാക്കില്ലാത്ത ഗ്യാപ്പിൽ അവിടെ പിന്നെ പുതിയ ഷെഫുമാരൊക്കെ വന്നിട്ട് അവിടെ കാര്യമായിട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇക്കാക്ക എല്ലാത്തിനും പായിപ്പിച്ച് വിട്ടു അവിടുന്ന്. പിന്നെ കുറച്ച് നേരം കത്തിക്കാൻ നോക്കി, അപ്പോഴൊന്നും റെഡിയായി കിട്ടിയില്ല. പിന്നെ അതിന് ശേഷമാണ് പിന്നെ റെഡിയായത്. അപ്പോൾ നമ്മൾ ആദ്യം ബുൾസയും ബ്രെഡും കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ചായ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, കട്ടൻ ചായ. അപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ ബോക്സ് വെച്ചതാണ് കേട്ടോ കാർബോർഡിൻ്റെ. എന്താ വെച്ചാൽ കാറ്റ് വന്നിട്ട് പിന്നെ തീ കെട്ട് പോകേണ്ട വെച്ചിട്ട് അങ്ങനെ വെച്ചതാണ്. അപ്പോൾ കുരുമുളകും ഉപ്പും വെളിച്ചെണ്ണയും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇതാക്കി എല്ലാവരും ആവശ്യത്തിന് ബുൾസൈ അടിച്ചു കഴിച്ചു കേട്ടോ. കാക്കയാണ് ഇന്നത്തെ കുക്ക്. അപ്പോൾ ഞാനൊന്നും പിന്നെ ആ ഭാഗത്തേക്ക് പോകാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. അവിടുന്ന് പ്ലേറ്റ് കൊടുത്ത് കഴിക്കുക എന്നുള്ള ഒരു പണി മാത്രമേ ചെയ്യൂ. പിന്നെ മക്കളെ നോക്കാണ്ടല്ലോ. ഇവിടെ പിന്നെ കുറച്ചുകൂടി സമാധാനമുണ്ട്. അവർ അങ്ങനെ ദൂരത്തേക്കൊന്നും അവർക്ക് പോകാൻ കഴിയില്ല, നമ്മളെ ചുറ്റിപ്പറ്റി തന്നെ നിന്നോളൂ. അപ്പോൾ ആ ഒരു സമാധാനമുണ്ട്. എന്നാലും കുരുത്തക്കേടുണ്ട് കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ തണുപ്പ് ഇങ്ങനെ നേരം രാത്രി അധികമായി വരും തോറും ഇങ്ങനെ തണുപ്പ് നന്നായി കൂടി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ മക്കൾക്കൊക്കെ തണുപ്പിനിടാൻ പറ്റിയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തു. നമുക്കും ഇങ്ങനെ സഹിക്കാൻ പറ്റാത്തൊരു തണുപ്പായി വരുന്നുണ്ടായിരുന്നു. ഈ പുറത്തിരിക്കുമ്പോഴാട്ടോ ഈ തണുപ്പിൻ്റെ കാഠിന്യം നമുക്ക് മനസ്സിലാവുന്നത്. നമ്മൾ വീടിൻ്റെ ഉള്ളിലാകുമ്പോൾ നമുക്ക് ഈ ഒരു ഇത് അങ്ങനെ മനസ്സിലാവുന്നില്ല. പിന്നെ നമ്മൾ ബ്രെഡും പിന്നെ ബുൾസയൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഇതുണ്ടാക്കിയിട്ടോ മാഗി ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പോഴേക്കും നെയ്ഫമോളും ഉറങ്ങി. അപ്പോൾ പിന്നെ ഞാൻ സവാദുക്കൻ്റെ കൊടുത്തു. പിന്നെ എനിക്കും തണുപ്പ് സഹിക്കാൻ കഴിയാതായപ്പോൾ ഞാനൊരു ഹുഡ് എടുത്തിടുക ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ തണുപ്പത്ത് നല്ല ചൂടുള്ള കട്ടൻ ചായയും അതിൻ്റെ കൂടെ നല്ല മാഗി കറി ഫ്ലേവറാട്ടോ. എനിക്ക് കറി ഫ്ലേവറാണ് ഇഷ്ടമുള്ളത്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കറി ഫ്ലേവർ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഒരുവിധം രാത്രിയായപ്പോൾ പിന്നെ തണുപ്പ് സഹിക്കാൻ പറ്റാത്ത അത്രയും തണുപ്പായിട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ എന്തായാലും വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ് അവിടുന്ന് ഇറങ്ങി. പിന്നെ അപ്പോൾ ഒരുപാട് സാധനങ്ങൾ വണ്ടിയിൽ കയറ്റാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കയറ്റി പിന്നെ നമ്മളവിടെ അവിടെയുള്ള എല്ലാ വേസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്ത് അപ്പം തന്നെ അവിടെ ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ അല്ലെങ്കിലും എല്ലാവരും അങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. ആരും അങ്ങനെ നമ്മൾ പോയിരുന്നിടത്ത് ഒന്നും ബാക്കി വെച്ച് പോരാറില്ല കേട്ടോ. എല്ലാവരും എന്താ വെച്ചാൽ ഇവിടെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ വേസ്റ്റ് ഇടാനുള്ള ബിന്നും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. അപ്പം നമുക്ക് പിന്നെ വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. ഇതൊക്കെ ഒരു കവറിൽ കെട്ടിയിട്ട് അതിൽ കൊണ്ടുപോയി ഇടണം, അത്രയേ ഉള്ളൂ. അതൊക്കെ എല്ലാവരും ചെയ്യും. നമ്മൾ ഇവിടെ ഇങ്ങനെ മൊത്തത്തിൽ ഈ ഒരു ഭംഗിയും വൃത്തിയൊക്കെ ആയിരിക്കുന്നത് അതിന് ഇവിടെ നിൽക്കുമ്പോൾ നമ്മളും കൂടിയും പങ്കാളികളാവണം. നമ്മളും അതൊക്കെ അതുപോലെ തന്നെ ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ അതൊക്കെ കളഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാട്ടോ. അപ്പോൾ ഒരുപാട് ലൈറ്റായിട്ടുണ്ട്. പിന്നെ മക്കൾക്കൊക്കെ പിന്നെ തണുപ്പ് സഹിക്കാൻ പറ്റാത്ത അത്രയും തണുപ്പായി. പിന്നെ ജലദോഷവും കാര്യങ്ങളൊന്നും വരണ്ട വിചാരിച്ചിട്ടാണ് വേഗം വീട്ടിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പോകുമ്പോൾ തന്നെ നമുക്കിങ്ങനെ കാണാം ഒരുപാട് സ്ഥലത്തൊക്കെ ഇങ്ങനെ ടെൻ്റൊക്കെ അടിച്ച് ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നത്. അപ്പോൾ ഇന്നൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായോ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.